വെൽക്കം ഓൾ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളെല്ലാം ഫേസ് ചെയ്യുന്ന ഇഷ്യൂ ആണ് സ്ട്രെസ്സും ഉറക്കമില്ലായ്മയും. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ചോദിച്ചറിയാനായി ഇന്ന് നമുക്കിപ്പോൾ ഉള്ളത് പത്മസ്പർശ ആയുർവേദ ഹോസ്പിറ്റലിലെ ഡോക്ടർ അഖിലയാണ്. വെൽക്കം ഡോക്ടർ. ഡയറക്റ്റായിട്ട് തന്നെ ചോദിക്കാം, ഈ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രെസ് എന്ന് വെച്ചാൽ ഇത് നോൺ സ്പെസിഫിക് റെസ്പോൺസ് ടു എനി സ്റ്റിമുലൈ. ഇതിപ്പം പ്ലസൻ്റ് ആവാം അല്ലെങ്കിൽ അൺപ്ലസൻ്റ് ആവാം. പിന്നെ ഇതിന് 3 ഫാക്ടേഴ്സ് ഉണ്ട്. അത് നമ്മൾ ബയോ, സൈക്കോ, സോഷ്യൽ കോമ്പണൻ്റ് എന്നാണ് പറയുന്നത്. ഇപ്പം ബയോളജിക്കൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഹൗ ഇറ്റ് എഫക്ട്സ് നമ്മളെ ബോഡി എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു. പിന്നെ സൈക്കോളജിക്കൽ എന്ന് പറയുമ്പം നമ്മളെ മൈൻഡ് എങ്ങനെ സ്ട്രെസ്സിനെ ഡീൽ ചെയ്യുന്നു. പിന്നെ സോഷ്യൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളുടെ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നമ്മളെ എൻവയോൺമെൻറ്റ് എങ്ങനെ സ്ട്രെസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. നമ്മുടെ ബോഡി ചില സമയത്ത് വല്ലാണ്ട് പെയിൻ ഉണ്ടാവും. അപ്പം നമ്മുടെ ബോഡിയിൽ ഈ സ്ട്രെസ്സ് സ്റ്റോക്ക് ചെയ്യുമെന്ന് കേട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ ബാക്ക് പെയിന്, നെക്ക് പെയിന്, പിന്നെ സ്റ്റൊമക്കിൽ. അപ്പം ഈ പെയിന് റിലീസാവുന്നത് ഹെഡേക്ക് ആയിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ മസിൽ പെയിനൊക്കെ ആയിട്ടായിരിക്കും റിലീസാവുന്നത്. അപ്പം ഈ ഒരു സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയെ വല്ലാണ്ട് ബാധിക്കും. പൊതുവേ നമ്മളിപ്പോൾ സ്ട്രെസ് എന്ന് പറഞ്ഞല്ലോ, നമ്മളുടെ ബോഡിയിലൊക്കെ നമുക്കൊരു അഡാപ്റ്റീവ് ബിഹേവിയർ ഉണ്ട്. നമുക്ക് എന്താ പറയുന്നത്, എന്തെങ്കിലും വരുമ്പോൾ എങ്ങനെ ഒരു സ്ട്രെസ് വന്നാലോ എന്തെങ്കിലും ഒരു ടെൻഷൻ വന്നാലോ എങ്ങനെ നമ്മളെ ബോഡി ഡീൽ ചെയ്യണം എന്നുള്ളൊരു സ്ട്രക്ചറുണ്ട്. അപ്പം നമുക്ക് ഈ പെട്ടെന്ന് ഈ അഡാപ്റ്റീവ് ചേഞ്ചസിന് വരുന്ന ഒരു ചേഞ്ചസ് ആണ്. എന്ന് വെച്ചാൽ അഡാപ്റ്റീവ് ചേഞ്ചസ് എന്ന് പറയുമ്പോൾ ചില അഡാപ്റ്റീവ് ഹോർമോൺസിൽ ഉണ്ടാകുന്ന ഒരു ഡിഫറൻസിയേഷൻ. ഇപ്പം നമ്മളുടെ ഹോർമോൺസ് ലൈക്ക് കോർട്ടിസോൾ, അത് കണക്ക് ഗ്രോത്ത് ഹോർമോൺസ്, അത് കണക്ക് അഡ്രിനാലിൻ, ഈ ഹോർമോൺസിന് വരുന്ന ഒരു ഇംബാലൻസോ അതിൻ്റെ ഒരു ഡെഫിഷ്യൻസിയോ അങ്ങനെയൊക്കെ. ഇപ്പം കൂടുതലും നമുക്ക് ഈ സ്ട്രെസ്സൊക്കെ വരുമ്പോഴത്തേക്ക് ഈ ഹോർമോൺസിലുണ്ടാകുന്ന വേരിയേഷൻ പോലെ തന്നെ ചില ഫാക്ടേഴ്സ് നമുക്ക് ചേഞ്ച് വരാറുണ്ട്. എന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് ഹാർട്ട് റേറ്റ് കൂടുക, അതേ കണക്ക് തന്നെ നമുക്കിപ്പം മെൻ്റൽ ഇഷ്യൂ, ഇത് കണക്ക് നമുക്ക് പെട്ടെന്ന് സ്ട്രെസ് ആകുമ്പം തന്നെ റെസ്റ്റ്ലെസ്നെസ് ഫീൽ ചെയ്യുക, ടയേർഡായിട്ട് ഫീൽ ചെയ്യുക, ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് അവിടെ നമുക്ക് മീൻസ് മെൻ്റൽ സ്ട്രെയിൻ ഉണ്ടാകുമ്പോഴത്തേക്ക് നമുക്ക് ഉറക്കക്കുറവ് വരാം. അതേ കണക്ക് തന്നെ ഹെഡേക്ക് വരാം, വെർട്ടിഗോ വരാം. മീൻസ് ഈ മെൻ്റൽ സ്ട്രെയിൻ വരുമ്പോഴത്തേക്കാണ് ഇത് കണക്ക് വെർട്ടിഗോ, ഹെഡേക്കൊക്കെ വരുന്നത്. അതേ കണക്ക് തന്നെ ഇപ്പം ചിലർക്ക് ഗ്യാസ്ട്രിക് കംപ്ലയിൻസ് പോലെ വരും. അപ്പോൾ അവർക്ക് ഭയങ്കര ലൂസ് ബവൽസ് വരാം, കോൺസ്റ്റിപ്പേഷൻ ഇഷ്യൂസ് വരും, പിന്നെ അസിഡിറ്റി പോലെ വരും. ഇതൊക്കെ ഒരു ഫാക്ടേഴ്സാണ്. അതേ കണക്ക് തന്നെ ഈ ഹാർട്ട് റേറ്റും ഇങ്ങനെയൊക്കെ ഇൻക്രീസ് ചെയ്യുമ്പം ഈ ബോഡിയിലുണ്ടാകുന്ന ബയോകെമിക്കൽ ചേഞ്ചസ് കാരണം ചിലവർക്ക് മസിൽ ടൈറ്റനിങ് ഫീൽ ചെയ്യാം, ചിലവർക്ക് ഇത് കണക്ക് ഹാർട്ട് റേറ്റൊക്കെ കൂടും. ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഇത് അറ്റ് ദ എൻഡ് ഒരു ബോഡി പെയിനിലോട്ട് തന്നെ ആയിരിക്കും പോകുന്നത്. ചിലവർക്ക് നെക്ക് പെയിൻ വരും, അതേ കണക്ക് തന്നെ ബോഡി പെയിൻ വരും. ചിലർക്ക് ഇത് ഫൈബ്രോമയാൾജിയ പോലത്തെ കണ്ടീഷൻസും ഇത് റിലേറ്റഡ് ആയിട്ട് വരുന്നത്. മീൻസ് അവർക്ക് എന്താ ആർത്രൈറ്റിസോ അങ്ങനെയൊന്നും ഡിറ്റക്റ്റ് ചെയ്യത്തില്ല. മീൻസ് പ്രധാനമായി സ്ട്രെസ് കാരണം വരുന്നതാണ് ഈ ബോഡി പെയിൻസ് ഒക്കെ. ടെൻഷൻ കൂടിയിട്ടാണോ സ്ട്രെസ് ഉണ്ടാകുന്നത്, അതോ സ്ട്രെസ്സും ടെൻഷനും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഇത് ശരിക്കും ടെൻഷനും സ്ട്രെസ്സും രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള വേർഡ്സ് ആണ്. ഇപ്പം സ്ട്രെസ്സ് പോലെ തന്നെ ടെൻഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു ഫിസിക്കലോ അല്ലെങ്കിൽ ഒരു ഇമോഷണലോ സ്ട്രെയിൻ കൊണ്ടുവരുന്നതാണ്. അതിനും ഇതേ സെയിം എന്താ പറയുക ഫീച്ചേഴ്സൊക്കെ തന്നെയാണ് വരുന്നത്. റെസ്റ്റ്ലെസ്നെസ്, ഉറക്കക്കുറവ്, മീൻസ് ഹാർട്ട് റേറ്റ് ഇൻക്രീസ് ചെയ്യുക. പക്ഷെ അതൊരു സ്ട്രെയിൻ ആണ്. അത് കുറച്ച് നേരത്തേക്ക് നിന്നിട്ട് അത് പോകും. അപ്പോഴത്തെ ഉണ്ടാകുന്ന ഒരു ഇമോഷണൽ ചേഞ്ച് കൊണ്ടുണ്ടാവുന്നതാണ്. സ്ട്രെസ് 2 ടൈപ്സ് ഉണ്ട്. യൂസ്ട്രെസ്സും ഉണ്ട്, ഡിസ്ട്രെസ്സും ഉണ്ട്. അപ്പം എന്താണ് ഈ യൂസ്ട്രെസ്സും ഡിസ്ട്രെസ്സും, പിന്നെ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറയാം? സ്ട്രെസ്സിൻ്റെ 2 ടൈപ്സ് ആണ്, യൂസ്ട്രെസ്സും ഡിസ്ട്രെസ്സും എന്ന് പറയുന്നത്. യൂസ്ട്രെസ് എന്ന് പറയുന്നത് അതൊരു പോസിറ്റീവ് സ്ട്രെസ്സാണ്. മീൻസ് ഇപ്പം ഒരാൾ സ്റ്റേജിൽ കയറി ഇരുന്ന് സംസാരിക്കുക, അത് കണക്കൊരു ഇൻ്റർവ്യൂ ഇങ്ങനെ നിൽക്കുന്ന പറയുക, പിന്നെ ചിലപ്പം ആർഗ്യുമെൻറ്റ്സിൽ സംസാരിക്കുക, ഈ ഒരു ടൈമിൽ ഡെവലപ്പ് ചെയ്യുന്നതാണ് യൂസ്ട്രെസ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്ന ഒരു ഷോർട്ട് ലിവ്ഡ് പീരീഡാണ്. ഇത് ബോഡിക്ക് അധികം ഡാമേജസ് ഒന്നും ഉണ്ടാക്കുന്നില്ല. ആ ഒരു പീരീഡ് കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് പോവുകയാണ്. പിന്നെ ശരിക്കും ഇതെന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് സ്ട്രെസ്സുമാണ്. ഇത് ബോഡിക്ക് അതേ കണക്ക് ഡെവലപ്മെൻറ്റിനൊക്കെ ഹെൽപ്ഫുള്ളായിരിക്കും. അത് കണക്കിന് ഒരു ബ്രെയിനിനെയും പ്രിപ്പയർ ചെയ്യുവാണ്. എന്താ പറയുക, ഒരു നോർമലി സ്ട്രെസ്സ് വരുമ്പം എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത്. അതാണ് യൂസ്ട്രെസ് എന്ന് പറയുന്നത്. ഇനിയിപ്പം ഡിസ്ട്രെസ് എന്ന് പറയുന്നത് ഇതൊരു നെഗറ്റീവ് സ്ട്രെസ്സാണ്. ഇതിന് 2 ടൈപ്പ് ഉണ്ട്, അക്യൂട്ടും ക്രോണിക്കും ഉണ്ട്. അപ്പോൾ അക്യൂട്ട് എന്ന് പറയുമ്പം അത് എപ്പിസോഡിക്കാണ്. എന്താ പറഞ്ഞാൽ ഇപ്പം ഒരു സഡനായിട്ടുള്ള ഒരു ലോസ് അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ഡൗൺ, ഇങ്ങനത്തെ ഇഷ്യൂസൊക്കെ വരുമ്പോഴത്തേക്ക് ഡെവലപ്പ് ചെയ്യുന്നതാണ്. പിന്നെ ഇതിനൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ട്. പക്ഷേ ഇത് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ഉള്ള ഒരു എൻവറോൺമെൻറ്റ്, നമുക്ക് ചുറ്റുമുള്ളവർ
നമ്മളുടെ പോസിറ്റീവ് ഒരു എൻവയോൺമെൻറ്റ് കീപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റും. പക്ഷേ ഈ അടുത്ത ഈ ക്രോണിക് സ്ട്രെസ് എന്ന് പറയുന്നത് ലോങ് ടേം ആയിട്ട് നിൽക്കുന്നതാണ്. ഇത് ശരിക്കും ഒരു എന്താ പറയുക നെഗറ്റീവ് തന്നെയാണ്, നെഗറ്റീവ് ഒരു എഫക്റ്റ് തന്നെയാണ് ബോഡിക്ക് ഉണ്ടാകുന്നത്. പിന്നെ ഇത് വരുന്നതെന്ന് വെച്ചാൽ കൂടുതലും അബ്യൂസ് കാരണം, പിന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും നെഗ്ലക്റ്റ് കാരണം, അല്ലെങ്കിൽ ബുള്ളിങ്, ഇങ്ങനത്തെ ഓരോ ഫാക്ടേഴ്സ് കാരണമാണ് ഈ ക്രോണിക് സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇത് നമ്മളെ ഫിസിക്കൽ ആൻഡ് മെൻറ്റൽ ഒരു ഇതിനെ എഫക്റ്റ് ചെയ്യുന്നത് ലൈഫ് ലോങ് ആയിട്ട് നമുക്ക് ഉണ്ടാവും. ഒരു ടെക്നിക്കാണ് ബ്രീത്തിങ് ടെക്നിക്ക്. എന്താണ് ഈ 4-7-8 ബ്രീത്ത് ടെക്നിക്ക്? 4-7-8 എന്ന് പറയുന്നത് ഇത് 4 സെക്കൻഡ്സ് നമ്മൾ ബ്രീത്ത് ഇൻഹെയിൽ ചെയ്യുക, പിന്നെ 7 സെക്കൻഡ്സ് നമ്മൾ ബ്രീത്ത് ഹോൾഡ് ചെയ്യുക, 8 സെക്കൻഡ്സ് നമ്മൾ ബ്രീത്ത് എക്സ്ഹെയിൽ ചെയ്യുക. ഇത് ബ്രീത്തിങ് ടെക്നിക്കാണ്. ഇത് നമുക്ക് എന്താ പറയുന്നത് ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്ന കണ്ടീഷനിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നത്. ഇതിൻ്റെ ഗുണം എന്താണ്? ഗുണം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു ബ്രീത്തിങ്ങിലോട്ട് ഫോക്കസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ടൈമിൽ നമ്മളൊന്ന് റിലാക്സ്ഡ് ആവും, നമ്മൾ അത്യാവശ്യം റിലാക്സ്ഡ് ആവും. നമുക്ക് കുറച്ച് നേരം നമ്മൾ അതിൽ നിന്നൊന്ന് റിസ്ട്രെയിൻ ചെയ്യും, നമ്മൾ ഓവറായിട്ട് തിങ്ക് ചെയ്യുന്ന റിസ്ട്രെയിൻ ചെയ്യും, നമ്മൾ ബ്രീത്തിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്യും. പിന്നെ പൊതുവേ നമ്മളൊന്ന് ബ്രീത്ത് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നമ്മൾ എന്തെങ്കിലും ആലോചിക്കാൻ പെട്ടെന്നൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി നമ്മളൊന്ന് ഡീപ്പ് ബ്രീത്ത് എടുക്കുമല്ലോ, അപ്പം തന്നെ നമുക്ക് ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യാം. പക്ഷേ 4-7-8 ഇത് നമ്മൾ കണ്ടിന്യൂസ് പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒരു എഫക്റ്റീവ് ആയിരിക്കും സ്ട്രെസ് റിലീസ് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ ഈ ബെല്ലി ബ്രീത്ത് എന്ന് പറയുന്ന സംഭവം എന്താണ്? അത് ഇതിൻ്റെ ഒരു വേരിയേഷൻ ആണ് വരുന്നത്, ബെല്ലി ബ്രീത്തിങ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇതിനെ ഡയഫ്രമാറ്റിക് ബ്രീത്തിങ് എന്നും പറയാറുണ്ട്. ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആദ്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നവരാണെങ്കിൽ നമ്മളൊരു ലേയിങ് ഡൗൺ പൊസിഷനിൽ കിടന്നിട്ട് പ്രാക്ടീസ് ചെയ്യുക. കിടന്നിട്ട് നീ ബെൻഡ് ചെയ്തിട്ട് ഫീറ്റ് നമ്മൾ നല്ല ഫ്ലാറ്റായിട്ട് ഫ്ലോറിൽ വെക്കുക. എന്നിട്ട് നമ്മൾ ഒരു ഹാൻഡ് ചെസ്റ്റിലും ഒരു ഹാൻഡ് നമ്മൾ വയറിലും വെക്കുക, ഡയഫ്രമിൻ്റെ തൊട്ട് താഴെയായിട്ട്. എന്നിട്ട് ഇത് കണക്കിന് നമ്മൾ നല്ല ഡീപ്പ് ബ്രീത്ത് എടുക്കുക. അപ്പം നമ്മൾ എന്താ പറയുക ഡീപ്പ് ബ്രീത്ത് എടുക്കുമ്പോൾ നമ്മൾ സ്റ്റൊമക്ക് റേസ് ചെയ്യുക. എന്നിട്ട് അത് കണക്ക് എക്സെയിൽ ചെയ്യുമ്പോഴത്തേക്കും അത് കണക്ക് സ്റ്റൊമക്ക് കംപ്ലീറ്റ്ലി ഇൻവേർഡ് ചെയ്തിട്ട് എക്സെയിൽ ചെയ്യുക. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ബ്രീത്തിങ് ടെക്നിക്സും മീൻസ് റിലാക്സ് സ്ട്രെസ് ഒന്ന് റിലീസ് ആവാനും നമ്മൾ അത് കണക്കിന് ബ്രീത്തിങ് ടെക്നിക്സും നല്ലതാണ്. പിന്നെ ഇത് പ്രാക്ടീസ് ചെയ്യേണ്ടാത്തവരും ഉണ്ട് കേട്ടോ. ഇപ്പം ഭയങ്കര COPD, ആസ്മ കണ്ടീഷൻസ് ഒക്കെ ഉള്ളവർ ഇത് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാനിതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കണ്ടൊരു സംഭവമാണ്, ഈ സ്ട്രെസ് ഉള്ളവർ നല്ല ഐസ് വാട്ടർ വെച്ചിട്ട് ഫേസ് വാഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രെസ് കുറയുമെന്നാണ് പറയുന്നത്. ശരിയാണോ? അതെ. മീൻസ് കൂടുതലും നമ്മൾ ഈ ഡെയിലി ബേസ്ഡ് ആയിട്ട് വരുന്ന സ്ട്രെസ്സൊക്കെ ആണെങ്കിൽ മീൻസ് ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും സിമ്പിൾ ഹാക്സ് ഒക്കെ നമ്മൾ തണുത്ത വെള്ളമൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഹോർമോൺ ഞാൻ പറഞ്ഞല്ലോ ഇതാണൊക്കെ കോർട്ടിസോൾ, സ്റ്റിറോയിഡ്സ് അങ്ങനത്തെ ഹോർമോൺസ് ഒക്കെ ഒന്ന് നമുക്ക് ആ ഒരു ടൈമിലുള്ള അഡ്രിനലിൻ റഷ് ഒക്കെ നമുക്ക് കുറയും. അതിനാണ് നമ്മൾ തണുത്ത വെള്ളത്തിലൊക്കെ മുഖം ഒന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അപ്പോഴത്തേക്ക് ഫീൽ ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഈ സ്ട്രെസ് കുറയ്ക്കാനായിട്ട് ആയുർവേദത്തിൽ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ്സാണ് ഉള്ളത്? ആയുർവേദത്തിൽ നമുക്ക് വെറൈറ്റി ഓഫ് ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യാം. നമുക്ക് പലതരം ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട് സ്ട്രെസ് മാനേജ് ചെയ്യാൻ വേണ്ടി. ഇപ്പം പ്രധാനമായിട്ട് നമുക്ക് പഞ്ചകർമ്മ ട്രീറ്റ്മെൻറ്റ്സ് ലൈക്ക് ശിരോധാര, ശിരോലേപം, പിന്നെ അഭ്യംഗം, ഇതൊക്കെ നമുക്ക് ബോഡി ഒന്ന് റിലാക്സ് ചെയ്യും. ഇത് കണക്ക് നമ്മൾ പറയുന്ന കണക്ക് ഹാപ്പി ഹോർമോൺ സെറാട്ടോണിൻ ലെവൽ ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ നമുക്ക് ഭയങ്കരമായിട്ട് സ്ട്രെസ്ഡ് ആണെങ്കിൽ നമുക്ക് ഒന്ന് ഓപ്പണായിട്ട് സംസാരിക്കാം. ഇപ്പോൾ ഫാമിലി റിലേഷനിൽ ആരും ഇല്ലെങ്കിൽ നമുക്കൊരു ഡോക്ടറിനോടോ ഒരു കൗൺസിലറിനോടോ നമുക്ക് സംസാരിക്കാം, അങ്ങനെ ചെയ്യാം. പിന്നെ അത് കണക്ക് നമുക്ക് ഇൻറ്റേർണൽ മെഡിക്കേഷൻസ് നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യാം. ഇവർക്ക് ഒന്ന് മൂഡ് ഒന്ന് ഓക്കെ ആവാൻ സ്റ്റെബിലൈസ് ചെയ്യാൻ, അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. പിന്നെ എക്സ്റ്റേണൽ ട്രീറ്റ്മെൻറ്റ്സിനും അതേ കണക്ക് തന്നെ ബെനിഫിറ്റ് ഉണ്ട്. ഈ ശിരോധാര എന്ന് പറഞ്ഞില്ലേ, അത് എത്ര ദിവസത്തെ ട്രീറ്റ്മെൻ്റ് ആണ്? ശിരോധാര നമുക്ക് ഒരാളുടെ കണ്ടീഷൻ പോലെയാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് പൊതുവെ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. മിനിമം നമ്മളൊരു 7 days ആണ് സ്റ്റാർട്ടിങ് പറയുന്നത്. അത് നമ്മൾ കഷായം വെച്ചും തൈലം വെച്ചും അത് ആ ഒരാളുടെ ഇത് നോക്കിയിട്ടാണ്, ദോഷ പ്രിഡോമിനൻസ് നോക്കിയിട്ടാണ് നമ്മൾ അത് പറയുന്നത് എന്ത് വെച്ചാണ് ചെയ്യേണ്ടത്. ഇത് എത്ര നാളെടുക്കും ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ഒന്ന് കംപ്ലീറ്റ് ആയി ഒന്ന്? അത് നമുക്ക് ഇപ്പോൾ ഒരാളുടെ സ്ട്രെസ് ലെവൽ പോലെ ഇരിക്കും. ചിലവർക്ക് ഇപ്പം വീക്ക്ലി വൺസ് ചിലവർ ട്രീറ്റ്മെൻറ്റ്സ് എടുക്കാറുണ്ട്, പാക്കേജസ് പോലെ അങ്ങനെയൊക്കെ എടുക്കാറുണ്ട്. അതൊക്കെ ഒരു എന്താ പറയുന്നത് നമുക്ക് ആ ഒരു ഡേ ഓഫ് ആകുമ്പോഴത്തേക്ക് നമ്മൾ ബോഡിക്ക് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് കണക്ക് തന്നെ നമ്മുടെ ബോഡിക്കും മൈൻഡിനും അതേ ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചും കൂടെ റിലാക്സ്ഡ് ആയിട്ട് പോകാൻ പറ്റും. ഇപ്പോഴത്തെ ഈ ഒരു കാലത്ത് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അത്യാവശ്യം നല്ല സ്ട്രെസ് ഉണ്ട്. അപ്പോൾ അവിടെ ഒരു ബ്രേക്ക് ടൈമൊക്കെ വരുമല്ലോ നമുക്ക് നമ്മുടെ ജോലി സ്ഥലത്ത്. അപ്പം ആ ഒരു ടൈമിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, സ്ട്രെസ് ഉള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് 1-2 ടിപ്സ് പറഞ്ഞുതരാം.
മിക്കയിടത്തും എല്ലാവർക്കും സ്ട്രെസ്സാണ്. കാര്യം ഒരു 9 to 10 ഇപ്പം അങ്ങനെയാണ്, നൈറ്റ് വരെ പോകുന്ന വർക്കിംഗ് അവേഴ്സ് ഉണ്ട്, നൈറ്റ് ഡ്യൂട്ടി ഉള്ളവരുണ്ട്. മിക്കവർക്കും ഉറക്കം പോലും കറക്റ്റായിട്ട് കിട്ടുന്നില്ല. അവരവിടെ ചെന്നാലും 24/7 അവരെ കമ്പ്യൂട്ടർ തന്നെ നോക്കിയിരിക്കുവാണ്, അല്ലെങ്കിൽ പിന്നെ ഒരു ഫോണിലോട്ട് നോക്കിയിരിക്കുന്നു. ഇങ്ങനെയുള്ളവരൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു കൂടുതലുമായിട്ട് അവർക്കൊരു ബ്രീത്തിങ് ടെക്നിക്സ് നല്ലതായിരിക്കും. പിന്നെ അതേ കണക്ക് തന്നെ അവർക്ക് മെഡിറ്റേഷൻ പോലെയുള്ള ഇത് നല്ലതായിരിക്കും. പിന്നെ ഹെർബൽ ടീസ് ഒക്കെ മീൻസ് ഇവർ കൂടുതലും കോഫി കഫേനിൽ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ളവർ. ഹെർബൽ ടീ എന്ന് പറയുമ്പം ഏതായിരിക്കും? നമുക്ക് ഇപ്പം കെമോലിൻ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഡ്രൈ ജിഞ്ചർ യൂസ് ചെയ്തിട്ടുള്ള ടീസ്, ചിലവരിപ്പം ഗ്രീൻ ടീസ് പോലെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ മീൻസ് എന്തെങ്കിലും, അല്ലെങ്കിൽ അത്യാവശ്യം നല്ലോണം വെള്ളം കുടിക്കുക, ഹൈഡ്രേറ്റഡ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, പിന്നെ നല്ല ബാലൻസ്ഡ് ഡയറ്റ് കഴിക്കുക, ഇതൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഈ പിന്നെ പറയുന്ന കേട്ടിട്ടുണ്ട് ഡെയിലി നമ്മൾ കുറച്ച് സമയം സ്ട്രെസ് ഉള്ളവർ ഒന്നെങ്കിൽ 1 hour അല്ലെങ്കിൽ ഒരു 45 minutes ഒക്കെ നന്നായിട്ട് നടന്ന് വേർത്ത് കഴിഞ്ഞാൽ സ്ട്രെസ് ഒന്ന് ഏകദേശം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പ്രധാനമായിട്ടും നമ്മൾ ഈ പറയുന്നില്ല, ഈ ജോലിക്ക് പോകുന്നവരാണെങ്കിലും ഇപ്പോഴത്തെ ഒരു ജനറേഷൻ ആണെന്ന് പറഞ്ഞാൽ മിക്കവരും ഒരു ഫിസിക്കൽ വെൽബീങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. കൂടുതലും പേര് എന്താ പറയുക വർക്ക് ലൈഫ് അങ്ങനെ പോകുന്നു. അപ്പം നമുക്ക് എക്സസൈസൊക്കെ അത്രയും ഇമ്പോർട്ടൻറ്റ് തന്നെയാണ്. ഇപ്പം നമ്മൾ ഡെയിലി 1 hour നമ്മളുടെ ബോഡിക്ക് വേണ്ടി ഒന്ന് ഇത് ഞാനും പറഞ്ഞു, നമ്മൾ ബോഡിക്ക് വേണ്ടി കുറച്ച് നമ്മൾ ടൈം മാറ്റി വയ്ക്കും. അപ്പം നമ്മൾ ഈ നടക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മളവിടെ വേറെ ഒന്നിനെയും കുറിച്ച് ചിന്തിക്കുന്നത്, നമ്മൾ ആ ഒരു നടത്തത്തിന് വേണ്ടിയാണ് കൂടുതലും കോൺസെൻട്രേഷൻ കൊടുക്കുന്നത്. അപ്പം നമുക്കിത് കണക്ക് തന്നെ നമ്മളെ ഹോർമോൺ ലെവൽസിന് തന്നെ ആ ഒരു ഒരു ഇത് വരുന്നുണ്ട്. നമുക്ക് എന്താ പറയുക, നമുക്ക് ഉണ്ടാകുന്ന അഡ്രിനൽ റഷിന് നമുക്ക് കുറയ്ക്കാൻ പറ്റും. നടക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ നമുക്കൊരു ബോഡി വെൽബീങ്ങിനും നമ്മളുടെ ഒരു ഓവറോൾ ലൈഫിന് തന്നെ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും നമുക്ക്. ഇപ്പോൾ ഈ ഒരു സ്ട്രെസ്സ് നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തേണ്ട ആവശ്യമുണ്ടോ? ലൈഫ് സ്റ്റൈൽ ചേഞ്ച് വരുത്താന്ന് പറയുമ്പം നമ്മൾ ആദ്യമായിട്ട് ഇത് കണക്ക് തന്നെ ഒരു നല്ലതായിട്ടൊരു എയറോബിക് എക്സസൈസസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക, അതേ കണക്ക് ഒരു വെൽ ബാലൻസ്ഡ് ഡയറ്റ് കഴിക്കുക, അതേ കണക്ക് നമ്മൾ നെഗറ്റീവ് ഇതായിട്ട് വരുന്ന ടോക്സ് അല്ലെങ്കിൽ റിലേഷൻഷിപ്സോ നമ്മളൊന്ന് കൺട്രോൾ ചെയ്യുക. മീൻസ് കൂടുതലായിട്ട് നമ്മളെ ലൈഫിലോട്ട് സ്ട്രെസ് തരുന്ന ഫാക്ടേഴ്സ് നമ്മൾ അവോയ്ഡ് ചെയ്യുക. അതേ കണക്ക് നമ്മൾ കോഫി കഫെയിൻ പോലത്തെ ഡ്രിങ്ക്സ് അവോയ്ഡ് ചെയ്യുക. പിന്നെ ആൽക്കഹോൾ അങ്ങനെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക. പിന്നെ നമ്മൾ ഇത് കണക്ക് യോഗ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക, ബ്രീത്തിങ് എക്സസൈസ് പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ലൈഫിൽ തന്നെ കുറച്ച് നമുക്ക് എന്താ പറയുന്നത് സ്ട്രെസ് റിലീസ് ചെയ്യുന്ന ഏതെങ്കിലും തെറാപ്പീസ് നമ്മൾ ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് എല്ലാവർക്കും, മനുഷ്യരല്ല എല്ലാവർക്കും, പക്ഷികളാണെങ്കിലും എല്ലാവർക്കും ഉറക്കം എന്ന് പറയുന്നത് മസ്റ്റാണ്. അപ്പം ഈ സ്ട്രെസ് കൊണ്ടാണോ ഉറക്കം വരാത്തത്, അതോ ഉറക്കം വരാത്തത് ഒരു അസുഖം എന്തെങ്കിലും ആണോ? ഉറക്കമില്ലായ്മ പല കാരണങ്ങൾ കൊണ്ട് വരാം. ഇപ്പം ചിലവർക്ക് എന്തെങ്കിലും മെഡിക്കേഷൻ മൂലം ഉറക്കമില്ലായ്മ വരാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസീസ് മൂലം, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഉറക്കമില്ലായ്മ വരാം. അത് സ്ട്രെസ്സ് വരുമ്പോഴും അതൊരു പ്രധാന കാരണമാണ്. സ്ട്രെസ്സ് കാരണം ചിലപ്പം ആലോചിച്ച് കിടന്നിട്ട് ഉറക്കമില്ലായ്മ ആയിട്ട് വരാറുണ്ട്. പിന്നെ ഉറക്കം എന്ന് പറയുന്നത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ മിക്കവരും ഇപ്പം സ്ക്രീൻ ടൈം യൂസ് ചെയ്തിട്ട് ഉറക്കമില്ലായ്മ വരാം. അറ്റ്ലീസ്റ്റ് മിനിമം ഒരു 7 hours എങ്കിലും നമ്മൾ മിനിമം ഉറങ്ങാൻ ശ്രദ്ധിക്കണം. ഇതിന് എന്തെങ്കിലും ട്രീറ്റ്മെന്റ്സ് ഉണ്ടോ നമ്മുടെ ആയുർവേദത്തിൽ? അതെ, നമുക്ക് ഇന്റേണൽ മെഡിക്കേഷൻസ് നമ്മൾ കൊടുക്കാറുണ്ട്. ഉറക്കമില്ലായ്മ ഇപ്പം സ്ഥിരമായിട്ട് നിൽക്കുവാണ്, ഇപ്പം 3 ദിവസത്തിൽ കൂടുതൽ ഉറക്കത്തിന് നല്ല ബുദ്ധിമുട്ടായിട്ടായി വരുവാണെങ്കിൽ നമുക്ക് ഇന്റേണൽ മെഡിക്കേഷൻസ് കൊടുക്കാം. അത് കണക്കിന് നമുക്ക് എക്സ്റ്റേണൽ തെറാപ്പീസും നമ്മൾ കൊടുക്കാറുണ്ട്. ഈ സ്ട്രെസ്സും ഉണ്ടാവും, നന്നായിട്ടുള്ള ഉറക്കത്തിൻ്റെ ഇഷ്യൂസും ഉണ്ടാവും. അപ്പം ഇത് രണ്ടും നമ്മുടെ ഈ ഒരു മെൻ്റലി ഫിസിക്കലി നമ്മളെ ബോഡിയെ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്? ഉറക്കക്കുറവും സ്ട്രെസ്സും രണ്ടും കൂടി ആകുമ്പോഴത്തേക്ക് നമ്മളെ ബോഡിയെ നല്ല രീതിക്ക് അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ബോഡിയിലുള്ള മിക്ക ആക്ടിവിറ്റീസിനെയും അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ചിലവർക്ക് അത് ന്യൂറോളജിക്കൽ പ്രോബ്ലംസ് ഉണ്ടാക്കാറുണ്ട്. ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് ഉറക്കക്കുറവ് അങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് ബ്ലഡ് പ്രഷർ കൂടാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അത് കണക്ക് നമുക്ക് കാർഡിയാക് ആക്ടിവിറ്റീസ് അങ്ങനെ പ്രശ്നങ്ങൾ വരാറുണ്ട്. അത് കണക്ക് ചിലവർക്ക് എന്താ പറയുന്നത് ഫിസിക്കൽ ആയിട്ടും ഒബീസ് ആവുക അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരാറ്. ചിലർ ഭയങ്കര ലീൻ ആവാറുണ്ട്, ഭയങ്കര ആൻഷ്യസ് ഒക്കെ ആയിട്ട് ലീൻ ആവാൻ അങ്ങനത്തെ ഇത് വരാറുണ്ട്. നമ്മൾ ഓവറോൾ വെൽബീങ്ങിനെ തന്നെ അത് എഫക്റ്റ് ചെയ്യും. നമ്മൾ ഉറക്കവും നല്ല രീതിക്ക് ഉറക്കം കിട്ടായ്മയും സ്ട്രെസ്സും ഒക്കെ നമുക്ക് അങ്ങനെ തന്നെ എഫക്റ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഈ ഉറക്കം കൃത്യമായിട്ട് കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? ആക്ച്വലി കൃത്യമായിട്ട് കിട്ടാൻ ആദ്യം നമ്മളൊരു ബയോളജിക്കൽ റിതം ഉണ്ട് നമുക്ക് കൃത്യസമയത്ത് ഉറങ്ങുക എന്നുള്ളത്. ഇപ്പം ഒരു 10 o'clock ആകുമ്പോഴത്തേക്ക് നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നത് ഒരു ശീലമാക്കുക, പിന്നെ രാവിലെ എണീക്കുന്നത് ഒരു ശീലമാക്കുക.
പിന്നെ എന്താ പറയുന്നത്, ഫുഡ് കഴിക്കുന്നത്, രാത്രി ടൈമിന് ഫുഡ് കഴിക്കുന്നത് മാക്സിമം ഒരു നേരത്തെ കഴിക്കുക. ഉറങ്ങുന്നതിന് 2 മണിക്കൂർ മുന്നെങ്കിലും നമ്മളൊന്ന് ഫുഡ് കഴിച്ച് ഒന്ന് പ്രിപ്പയർ ആവുക. പിന്നെ ഉറങ്ങുന്നത് തന്നെ നമ്മൾ അത്രയും പ്രിപ്പയർഡ് ആയിട്ട് ഉറങ്ങാൻ പോവുക, അല്ല നമ്മൾ ഫോണിൽ നോക്കി നോക്കി ഉറങ്ങുക. അതൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്തിട്ട് ഉറക്കത്തിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുക. പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഉറക്കമില്ലാത്തവർക്ക് രാത്രി ഉറങ്ങാൻ വേണ്ടിയിട്ട് ഇളം ചൂട് പാലിലും മഞ്ഞളിട്ട് കുടിച്ചാൽ അത് നന്നായിട്ട് ഉറങ്ങാൻ പറ്റും. അങ്ങനെയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ട്. മീൻസ് നമ്മൾ പൊതുവേ ഈ പാലെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ആയുർവേദത്തിൽ പറയുമ്പോൾ ഒരു സ്നിഗ്ധ ഗുണമാണ്. ആയുർവേദത്തിൽ പൊതുവേ ഉറക്കത്തിൻ്റെതൊക്കെ ഒരു വാദവും കഫത്തിൻ്റെയൊക്കെ ഒരു പ്രിഡോമിനൻസ് ആണ് പറയുന്നത്. അപ്പം ഈ പാലെന്നൊക്കെ പറയുമ്പം ഇതിൻ്റെ ഒരു സ്നിഗ്ധ പ്രോപ്പർട്ടി കാരണം ഉറക്കത്തിന് കുറച്ചും കൂടെ ബൂസ്റ്റിംഗ് ആയിരിക്കും. അതേ കണക്ക് തന്നെ ഈ മഞ്ഞളെന്ന് പറയുമ്പോഴും അതിനും എന്താ പറയുക, നമ്മളെ ബോഡിയിൽ സെറാട്ടോണിൻ ഡോപ്പാമിൻ ഒക്കെ ലെവലിലൊന്ന് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഉറക്കത്തിനും ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഈ മഞ്ഞളും പാലൊക്കെ ഇട്ട് കുടിക്കുമ്പം കുറച്ചും കൂടെ ഹെൽപ്ഫുള്ളാന്ന് പറയുന്നത്. ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന എല്ലാ സാധനങ്ങളും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഡോക്ടറിനോട് കൃത്യമായിട്ട് ചോദിക്കുന്നത്. അല്ല, ഇത് മീൻസ് ഉറക്കത്തിനും കുറെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ചിലവർക്ക് ഗ്യാസ്ട്രിക് കംപ്ലൈൻസ് ഉള്ളവരെ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും കുറച്ച് നല്ലത്. ഇപ്പോൾ ഈ ഉറക്കമില്ലായ്മ തന്നെ കുട്ടികളെയും ബാധിക്കുന്നുണ്ട്. അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? അവർ ഉറങ്ങുന്നില്ല, അവർക്ക് സ്ട്രെസ് ഉണ്ട്, ഇതൊക്കെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? കുഞ്ഞുങ്ങൾ പറയാറില്ലല്ലോ എന്താണ് എന്നുള്ള കാര്യം. കുട്ടികൾക്ക് മിനിമം കുട്ടികളെ ഒരു 8 മണി 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ അവർക്ക് സ്ക്രീൻ ടൈമൊക്കെ ഓഫ് ചെയ്തിട്ട് അവരെ ഉറങ്ങാൻ കിടത്തുക. പിന്നെ അതേ കണക്ക് തന്നെ അവർക്ക് ഒരു 12 hours എങ്കിലും മിനിമം സ്ലീപ്പ് വേണം. അപ്പം ഈ ഉറക്കമില്ലായ്മ വരുന്ന കുട്ടികൾക്ക് മിക്കവർക്കും കണ്ണ് ഭയങ്കര ടയേർഡായിരിക്കും. അവർ ഒരു മോർണിംഗ് ടൈമിൽ അവർ ഭയങ്കര ലേസി ആയിരിക്കും. അവർക്ക് കോൺസെൻട്രേഷൻ ഇഷ്യൂസ് നല്ല രീതിക്ക് കാണും. സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അവർക്കൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അവർ പഠിക്കുന്ന കാര്യങ്ങൾ പലതും മറന്നു. എന്താ ചെയ്യേണ്ടത്? ഇത് സ്ക്രീൻ ടൈം കുറച്ചാൽ മതിയോ? നല്ല രീതിക്ക് സ്ക്രീൻ ടൈം കുറയ്ക്കണം. കാര്യം ഇപ്പം പേരൻസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികളും അത് കണ്ടുകൊണ്ടിരിക്കും. തീർച്ചയായും ഇപ്പം മിക്കയിടത്തും നടന്നു വരുന്ന അങ്ങനെയാണ്. പിന്നെ കുട്ടികളുടെ കാര്യത്തിൽ ആദ്യം അവോയ്ഡ് ചെയ്യേണ്ടത് സ്ക്രീൻ ടൈം തന്നെ. പിന്നെ അവർക്കും ഇതേ കണക്ക് തന്നെ ഫിസിക്കൽ ആക്ടിവിറ്റി നല്ല രീതിക്ക് കൊടുക്കുക. കുട്ടികളെ ഒരു മണിക്കൂറെങ്കിലും മിനിമം 1 hour പ്ലേ, അവർക്കൊരു നല്ല രീതിക്ക് അവർ ഓടിച്ചാടി കളിക്കാനുള്ള ഒരു ടൈം കൊടുക്കുക. പിന്നെ ഇത് കണക്ക് നേരത്തെ കയറ്റി കിടത്തുക. പിന്നെ അവർക്ക് ഇത് കണക്ക് ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ഡയറ്റ് കൊടുക്കുക. അപ്പം ഈ ഡയറ്റ് എന്ന് പറയുമ്പോൾ ഈ എന്തൊക്കെ ഭക്ഷണമാണ് നമ്മൾ കഴിക്കേണ്ടത്? ഡയറ്റിൽ നമുക്ക് അവർക്ക് വെജീസ് നല്ലോണം ഇൻക്ലൂഡ് ചെയ്യുക. ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് നല്ലോണം കൊടുക്കുക. അത് കണക്ക് തന്നെ ആൽമണ്ട്സ് ഇൻക്ലൂഡ് ചെയ്യുക ഡയറ്റിൽ. പിന്നെ ഫ്രൂട്ട്സ് ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ അധികം ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസ് മാക്സിമം കുറയ്ക്കുക. അഡൽസിനും അങ്ങനെ തന്നെയാണോ ഈ ഒരു പാറ്റേൺ ആണോ? അതെ, അഡൽസും ഇതേ കണക്കിന് ശ്രദ്ധിക്കുക. പിന്നെ കഫീനൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്തിട്ട് പോവുക. ഫുഡ് വരുമ്പോഴത്തേക്ക് ഇത് കണക്കിന് ബാലൻസ് സ്റ്റീം കുക്ക്ഡ് ഫുഡ് കഴിക്കുക. അധികം ഡീപ്പ് ഫ്രൈഡ് ആയിട്ടുള്ള ഫുഡ് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഇനിയുള്ള മെയിനായിട്ടുള്ളൊരു ചോദ്യം എന്ന് വെച്ചാൽ, ചില ആൾക്കാർക്ക് വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിലും ഉറങ്ങില്ല. 2 മണി 3 മണിയൊക്കെ ആയിരുന്നാലും ഇവർ ഫോണിൽ കുത്തിയിരിക്കും. എന്നിട്ട് തീരെ ഉറക്കം കാണില്ല. രാവിലെ ഒരു 6-6:30 എണീക്കുകയും ചെയ്യും. അപ്പം മിനിമം ഒരു 2.5 hours ഒക്കെ ഇവർക്ക് ഉറങ്ങാൻ കിട്ടത്തുള്ളൂ. അപ്പം ഇങ്ങനെ ഈ കണ്ടിന്യൂ ചെയ്ത് പോകുന്നവർക്ക് ലൈഫിൽ എന്തെങ്കിലും ഇഷ്യൂസോ രോഗങ്ങളോ എന്തെങ്കിലുമൊക്കെ വരുമോ ഇവരോട് എന്താണ് പറയാനുള്ളത്? ശരിക്കും ഉറക്കം എന്ന് പറയുന്നത് നമുക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളതിന് അത്രയും ഇമ്പോർട്ടൻസ് തന്നെ കൊടുക്കുക. നമ്മൾ സ്ട്രെസ് അവോയ്ഡ് ചെയ്യുന്ന കണക്ക് തന്നെ നമുക്ക് ഉറക്കത്തിന് അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുക. മാക്സിമം നമ്മൾ ഈ ബയോളജിക്കൽ റിതം മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുന്നത് തന്നെ നമ്മളുടെ ബോഡിയിലുണ്ടാകുന്ന മെലോട്ടോണിൻ പോലത്തെ ഹോർമോൺസിനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പം ഈ സ്ക്രീൻ കണ്ടിരിക്കുന്നവരടുത്ത് പറയാനുള്ളത്, ഇങ്ങനെ നമ്മൾ ഉറങ്ങാതിരുന്ന് കഴിഞ്ഞാൽ ഭാവിയിൽ നമുക്കിത് കണക്ക് ഹൈ പ്രഷർ വരാം, പിന്നെ വെർട്ടിഗോ വരാം, പിന്നെ ഡിമെൻഷ്യ പോലത്തെ കണ്ടീഷൻസ് വരാം. ഇതൊക്കെ നമുക്ക് അൺഅവോയ്ഡബിൾ ആണ്. ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് വേറൊരു ലെവലിലായിരിക്കും. അപ്പോൾ നമുക്ക് ഇതൊക്കെ വരാതിരിക്കാനുള്ള സ്റ്റെപ്സ് മാക്സിമം നമ്മൾ എടുക്കാൻ നോക്കുക. കറക്റ്റ് സമയത്ത് ഒരു 10 മണിക്ക് തന്നെ ഉറങ്ങാൻ നോക്കുക. പിന്നെ ബെഡ് അറ്റ്മോസ്ഫിയർ, അത് കണക്ക് റൂം അറ്റ്മോസ്ഫിയർ മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ നേരത്തെ കിടന്നിട്ട് നേരത്തെ എണീച്ച് ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ഒക്കെ കൊടുക്കുമ്പോൾ തന്നെ ബോഡി അത്രയും പ്രിപ്പയർഡ് ആവും. നമുക്ക് എന്താ പറയുന്നത്, നമ്മൾ നല്ലോണം ഉറങ്ങാതിരിക്കുക, കൂടുതലും സ്ട്രെസ്സൊക്കെ എടുക്കുമ്പോഴത്തേക്ക് കൂടുതലും വരെ നമുക്ക് ഏജിങ് പ്രോസസ്സ് ഫാസ്റ്റൻ ആവും. നമ്മൾ പെട്ടെന്ന് വയസ്സാവാന്നൊക്കെ പറഞ്ഞു കേട്ടില്ല, ഗ്രേയിങ് ഒക്കെ. അതെ അതെ അതെ, കൂടുതലും സ്ട്രെസ് ഒക്കെ കൊണ്ടാണ് ആൾക്കാർക്ക് ആ ഒരു കണ്ടീഷനിലോട്ട് വരുന്നത്. അപ്പം നമ്മളുടെ ഒരു എന്താ പറയുന്നത്, ഒരു
നമുക്കൊരു വെൽ ലൈഫിന് വേണ്ടി നമ്മളുടെ ലൈഫ് ക്വാളിറ്റി ഓഫ് ലൈഫ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. നമുക്ക് നല്ല ഉറക്കവും സ്ട്രെസ്സൊക്കെ അവോയ്ഡ് ചെയ്ത് പോവുകയാണെങ്കിലും നമുക്ക് നല്ലൊരു ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പം മാക്സിമം നിങ്ങൾ ഫോണിൽ കുത്തുന്നതൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് നേരത്തും കാലത്തും കയറി കിടന്നിട്ട് ആരോഗ്യം സൂക്ഷിക്കുക. അപ്പം നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത് നമ്മളെല്ലാവരും ഫേസ് ചെയ്യുന്ന വിഷയമാണ് സ്ട്രെസ്സും ഉറക്കമില്ലായ്മയും. അപ്പം നമ്മുടെ അഖില ഡോക്ടർ കൃത്യമായിട്ട് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ താങ്ക് യു മാം. വെൽക്കം.